നമസ്കാരം. നമ്മൾ ഇന്നും കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുടുംബശ്രീ പദ്ധതികളാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഓപ്പറേഷനുകളും സൈനിക അഭ്യാസങ്ങളുമായിരുന്നു. ഇന്ന് നമ്മൾ കുടുംബശ്രീ പദ്ധതികളാണ് ചെയ്യുന്നത്. ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി എന്താണ്? വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വേനൽ മധുരം. വേനൽ മധുരം പദ്ധതിയാണ് വിഷരഹിത തണ്ണിമത്തൻ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. വേനൽക്കാലത്ത് മധുരം നൽകാൻ വേണ്ടിയിട്ടാണ് വിഷരഹിത തണ്ണിമത്തൻ. അപ്പൊ അടുത്ത ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം: പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്കായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി എന്താണ്? ചോദ്യം എന്താണ്? പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കെ-ടിക്. എന്താണ്? കെ-ടിക് എന്താണ്? പട്ടികവർഗ മേഖലയിലെ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പ്രൊഫഷണലിസം കൈവരിക്കുന്നതിനുമായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ-ടിക്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം: കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാനവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി. മേഖല ഏതാണ്? കാർഷിക മേഖലയാണ്. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാനവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കെ-ടാപ്പ്. എന്താണ്? കെ-ടാപ്പ്. കെ-ടാപ്പ് എന്ന് വെച്ചാൽ കുടുംബശ്രീ ടെക്നോളജി അഡ്വാൻസ്ഡ് പ്രോഗ്രാം എന്നാണ് കെ-ടാപ്പിന്റെ ഫുൾ ഫോം. കാർഷിക രംഗത്തെ ആധുനികവൽക്കരണവും വനിതാ കർഷകർക്ക് സുസ്ഥിര വരുമാനവും ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് കെ-ടാപ്പ്. നാലാമത്തെ ചോദ്യം: സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിലെ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിലെ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജെൻ ഗൾസ്. ജെൻ ഗൾസ് എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങളുടെ ഉത്സവം എന്നാണ്. അപ്പോൾ ആദിവാസി ഊരുകളിലെ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങളെ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് ജെൻ ഗൾസ്. അഞ്ചാമത്തെ ചോദ്യം: കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി. കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജീവൻ ദീപം ഒരുമ. ജീവൻ ദീപം ഒരുമ എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കുടുംബശ്രീ അയൽക്കൂട്ട അംഗങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ. ആറാമത്തെ ചോദ്യം: വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണം, ഉച്ചഭക്ഷണം എന്നിവ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? വിദ്യാർത്ഥികൾക്ക് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുഭക്ഷണം, ഉച്ചഭക്ഷണം എന്നിവ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്കൂഫെ. അതായത് സ്കൂൾ കഫേ. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും കുറച്ച് ഭാഗം, അത് സ്കൂളിന്റെ സ്കൂയും കഫേയുടെ ഫേയും കൂടി എടുത്തിട്ട് സ്കൂഫെ. എന്താണ്? ക്ലിയർ ആയല്ലോ അല്ലേ? സ്കൂഫെ ആണ് പദ്ധതിയുടെ പേര്. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്: സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിൻ ഏതാണ്? സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനായി അയൽക്കൂട്ട അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 50+ ക്യാമ്പയിൻ. അല്ലേ? 50+ ക്യാമ്പയിൻ ആണ് കുടുംബശ്രീ അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ ക്യാമ്പയിൻ. അതെന്തായാലും എല്ലാവർക്കും കിട്ടുമല്ലേ? 50 ലക്ഷം 50+ ക്യാമ്പയിൻ. എട്ടാമത്തെ ചോദ്യം: സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളെ ചെറുക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതി.
സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങളെ ചെറുക്കാനും അവർക്ക് ആവശ്യമുള്ള പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്നേഹിത. സ്നേഹിത എന്താണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ചെറുക്കാനും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്ന കുടുംബശ്രീയുടെ പദ്ധതിയുടെ പേരാണ് സ്നേഹിത. 9ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി നടന്നത് എവിടെയാണ്? കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തിരുവനന്തപുരമാണ്. ഇത് പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമല്ല, പിന്നെ കുടുംബശ്രീയുമായിട്ട് ഒരു ചോദ്യം കൂടി PSC ബുള്ളറ്റിനിൽ ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉൾപ്പെടുത്തിയതാണ്. 10ാമത്തെ ചോദ്യം, കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആവിഷ്കരിച്ച ക്യാമ്പയിൻ. കേരളത്തിലെ മൃഗസംരക്ഷണ മേഖലയിലുള്ള വനിതാ കർഷകരുടെ ഉപജീവനവും മൃഗാരോഗ്യവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജീവനം. ഇതൊക്കെ നമ്മൾ ഡെയിലി 10 കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ സീരീസിനകത്ത് പഠിച്ച ചോദ്യങ്ങളാണ്. ആ ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം ഓർമ്മ വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം നിലവിലെ 20% നിന്ന് 50% ഉയർത്താൻ സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? കേരളത്തിലെ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം നിലവിലെ 20% നിന്ന് 50% ഉയർത്താനായിട്ട് സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പാക്കുന്ന ക്യാമ്പയിൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കെ ലിഫ്റ്റ് അല്ലെ? കെ ലിഫ്റ്റ് ആണ് ഉത്തരം വരുന്നത് കേട്ടോ. 12ാമത്തെ ചോദ്യം, തരിശ് നിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? തരിശ് നിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഭൂസമൃദ്ധി. എന്താണ്? ഭൂസമൃദ്ധി. എന്ത് പദ്ധതിയാണ്? തരിശ് നിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഭൂസമൃദ്ധി. 13ാമത്തെ ചോദ്യം, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി എന്താണ്? കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഹോം ഷോപ്പ് പദ്ധതി. ഹോം ഷോപ്പ് പദ്ധതി എന്തിനാണ്? കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വീട്ടിലെത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഹോം ഷോപ്പ് പദ്ധതി. 14ാമത്തെ ചോദ്യം, ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ ഫോർ കെയർ. കെ ഫോർ കെയർ അല്ലെ? ഉത്തരം ഓപ്ഷൻ എ ആണ്, കെ ഫോർ കെയർ ആണ്. ദൈനംദിന ജീവിതത്തിൽ മറ്റൊരാളുടെ സേവനം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി. 15ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയുടെ പേരെന്താണ്? കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ലഞ്ച് ബെൽ അല്ലെ? ലഞ്ച് ബെല്ലാണ് കുടുംബശ്രീയുടെ ഉച്ചഭക്ഷണ വിതരണ പദ്ധതി. 16ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ കീഴിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാലയങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? കുടുംബശ്രീയുടെ കീഴിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാലയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ബഡ്സ് സ്കൂൾ. ബഡ്സ് സ്കൂളാണ് കുടുംബശ്രീയുടെ കീഴിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നടപ്പിലാക്കുന്ന വിദ്യാലയങ്ങൾ അറിയപ്പെടുന്നത്. 17ാമത്തെ ചോദ്യം, മൃഗസംരക്ഷണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി. മൃഗസംരക്ഷണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, പശു സഖി. പശു സഖി. എന്താണ്? പശു സഖി പദ്ധതി എന്താണ്? മൃഗസംരക്ഷണം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പശു സഖി. 18ാമത്തെ ചോദ്യം, ഇനി ഞങ്ങൾ പറയാം എന്നത് കുടുംബശ്രീയുടെ ഏത് വിഭാഗത്തിലുള്ള പരിപാടിയാണ്? ഇനി ഞങ്ങൾ പറയാം എന്നത് കുടുംബശ്രീയുടെ ഏത് വിഭാഗത്തിലുള്ള പരിപാടിയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, റിയാലിറ്റി ഷോയാണ്. കുടുംബശ്രീയുടെ റിയാലിറ്റി ഷോയുടെ പേരാണ് ഇനി ഞങ്ങൾ പറയാം. ഓക്കെ അല്ലേ? 19ാമത്തെ ചോദ്യം, കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഖരമാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഖരമാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, തെളിമ. തെളിമ എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഖരമാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഖരമാലിന്യങ്ങൾ സംസ്കരിച്ച് തെളിമയുള്ളതാക്കുന്നു. അങ്ങനെയൊക്കെ ഓർത്ത് പഠിച്ചോളുക. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഖരമാലിന്യ സംസ്കരണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തെളിമ. 20ാമത്തെ ചോദ്യം, 1 രൂപയ്ക്ക് 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി.
₹1 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാകുന്ന കുടുംബശ്രീയുടെ പദ്ധതി എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, തീർത്ഥം അല്ലെ. ₹1 1 ലിറ്റർ ശുദ്ധജലം തീർത്ഥമായിട്ട് ലഭിക്കുന്നു. ₹1 1 ലിറ്റർ ശുദ്ധജലം ലഭ്യമാകുന്ന കുടുംബശ്രീയുടെ പദ്ധതി പേരാണ് തീർത്ഥം അല്ലെ. 21ാമത്തെ ചോദ്യം, സുരക്ഷിതമായ യാത്രയ്ക്കായി കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? സുരക്ഷിതമായ യാത്രയ്ക്കായിട്ട് കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കുടുംബശ്രീ ട്രാവൽസ്. കുടുംബശ്രീ ട്രാവൽസ് എന്താണ്? സുരക്ഷിതമായ യാത്രയ്ക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച ടാക്സി സർവീസിന്റെ പേരാണ് കുടുംബശ്രീ ട്രാവൽസ്. 22ാമത്തെ ചോദ്യം, കുടുംബശ്രീ അംഗങ്ങളുടെ ഭവന നിർമ്മാണത്തിനായി ആവിഷ്കരിച്ച പദ്ധതി. കുടുംബശ്രീ അംഗങ്ങളുടെ ഭവന നിർമ്മാണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഭവനശ്രീ. ഭവനശ്രീ എന്താണ്? കുടുംബശ്രീ അംഗങ്ങളുടെ ഭവന നിർമ്മാണത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഭവനശ്രീ. 23ാമത്തെ ചോദ്യം നോക്കിയാലോ. ചെറുകിട സംരംഭങ്ങളെ ലാഭകരമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ചെറുകിട സംരംഭങ്ങളെ ലാഭകരമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ജീവനം ഉപജീവനം. ജീവനം ഉപജീവനം പദ്ധതിയാണ് ചെറുകിട സംരംഭങ്ങളെ ലാഭകരമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി. അടുത്ത നമുക്ക് 24ാമത്തെ ചോദ്യം നോക്കാം. കുടുംബശ്രീയുടെ കൃഷിഭൂമി പാട്ടത്തിനെടുക്കുന്ന പദ്ധതി എന്താണ്? കുടുംബശ്രീയുടെ കൃഷിഭൂമി പാട്ടത്തിനെടുക്കുന്ന പദ്ധതിയാണ് ഓപ്ഷൻ ബി ആണ്, ഹരിതശ്രീ. കുടുംബശ്രീയുടെ കൃഷിഭൂമി പാട്ടത്തിന് എടുക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹരിതശ്രീ. ലാസ്റ്റ് ചോദ്യമാണ്, സാന്ത്വനം എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? സാന്ത്വനം എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ജീവിതശൈലി രോഗങ്ങളെ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. ജീവിതശൈലി രോഗങ്ങളെ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനും ലക്ഷ്യം വെച്ചിട്ടുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സാന്ത്വനം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ 25 കറണ്ട് അഫയേഴ്സ് മോക്ക് ടെക്സ്റ്റുകൾ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.